5 വർഷം മുൻപ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ക്രൂരമർദ്ദനത്തിനിരയായത് തുറന്നു പറഞ്ഞ പൊതുപ്രവർത്തകൻ. നിലമ്പൂർ അകമ്പാടം സ്വദേശി ബൈജു ആൻഡ്രൂസിനാണ് മർദ്ദനമേറ്റത്. കാര്യം എന്തെന്ന് പോലും പറയാതെ 4-5 പേർ വളഞ്ഞു കെട്ടിയിട്ട് തല്ലി. ഇതിനുശേഷം നിത്യരോഗിയായെന്നും ബൈജു പറഞ്ഞു. കുന്നംകുളം കേസിന് പിന്നാലെയാണ് തുറന്നു പറയാൻ ധൈര്യം വന്നതെന്നും മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും പരാതി നൽകുമെന്നും ബൈജു വ്യക്തമാക്കി. അവിടെ ഉണ്ടായിരുന്ന വേറെ കുറേ ഉദ്യോഗസ്ഥന്മാർ കൂടിയിട്ട് എന്നെ അകത്തൊരു റൂമിലേക്ക് കൊണ്ടുപോയി. അവിടേക്ക് എല്ലാവരും കൂടെ കൂടി വളരെ മാരകമായ രീതിയിൽ എൻ്റെ ചങ്കിരിടിക്കുക, എൻ്റെ തല ഇടിക്കുക, പിന്നെ പിന്നെ നല്ല ക്രൂരമായിട്ട് ഭയങ്കരമായിട്ട് അത് ഇന്നിപ്പം മറ്റേ നമ്മുടെ കുന്നമംഗലത്തെ കേസ് കണ്ടപ്പം അദ്ദേഹത്തിനേക്കാളൊക്കെ ക്രൂരമായ മർദ്ദനം നടത്തി. അവസാനം എൻ്റെ കൈയൊക്കെ അവർ കെട്ടിയിട്ട് തന്നെ അടിച്ചു. ഞാൻ തിരിച്ചടിക്കുന്നു എന്നൊരു തോന്നലൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് അവരെ കെട്ടിയിട്ട് തന്നെ അടിച്ചു. പറയാനുള്ളൊരു പേടി എന്ന് വെച്ചാൽ നമ്മളെ മെഡിക്കലിന് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെയും ഇവരിവിടെ തിരിച്ചു കൊണ്ടുപോയില്ല. ആ സമയത്ത് വല്ലതും പിന്നെയും ഇതുവല്ലം ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കോടതിയിലും മനുഷ്യർ ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്തെങ്കിലും ദേഹോദരം എന്തെങ്കിലും ലഭിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അന്ന് പറയാൻ പേടിച്ചിട്ട് പറയാൻ ഞാൻ. പക്ഷെ ഇന്നിപ്പം ഇത് കണ്ടപ്പം ഇത് പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു വലിയ യൂനുസ് അഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. യൂനുസ്, പോലീസിനെതിരെ മാത്രമല്ല വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി മർദ്ദന പരാതി ഉയരുകയാണ്. ആ മർദ്ദനത്തിന് ശേഷം ജീവിതം തന്നെ മാറി മറിഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്താണ് അന്ന് സംഭവിച്ചതെന്നാണ് വിശദീകരണം? യൂനുസ്, ഏതായാലും വനം വകുപ്പിനെതിരെ കൂടിയാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. 5 വർഷം മുൻപ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പൊതുപ്രവർത്തകന്റെ പരാതി. നിലമ്പൂർ അകമ്പാടം സ്വദേശി ബൈജു ആൻഡ്രൂസിനാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മർദ്ദനമേറ്റത്. എന്താണ് കാര്യമെന്ന് പോലും അറിയാതെയാണ് അവർ തന്നെ മർദ്ദിച്ചത് എന്ന് പറയുന്നുണ്ട്. ആ മർദ്ദനത്തിന് ശേഷം താൻ നിത്യരോഗിയായി മാറി എന്ന് കൂടിയാണ് ബൈജു പറയുന്നത്. എന്തായാലും ഇതിനെതിരെ മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ വനം മന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. കുന്നംകുളം ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് ഇപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയാൻ തനിക്ക് ധൈര്യമുണ്ടായത് എന്ന് കൂടിയാണ് ഈ പൊതുപ്രവർത്തകൻ വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പരാതി നൽകാൻ മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് എന്ന് കൂടിയാണ് ബൈജു പറയുന്നത്. യൂനുസ് അഹമ്മദ് വിവരങ്ങൾ നൽകും. യൂനുസ്, വിശദാംശങ്ങൾ. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മർദ്ദനം പുറത്തു വന്നതിന് പിന്നാലെ പോലീസിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് പിന്നാലെ കൂടുതൽ ആരോപണങ്ങൾ പോലീസിനെതിരെ വരികയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് നിലമ്പൂർ അകമ്പാടം സ്വദേശി പൊതുപ്രവർത്തകനായ ബൈജു ആൻഡ്രൂസ് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണവുമായി രംഗത്തെത്തിയത്. പോലീസിനെതിരെയല്ല ഈ ഒരു ആരോപണം, വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്. അദ്ദേഹം പറയുന്നത് 5 വർഷം മുമ്പുള്ള ഒരു സംഭവമാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതി ചേർത്ത് തന്നെ ക്രൂരമായി മർദ്ദിച്ചു. കാര്യം എന്തെന്ന് പോലും പറയാതെ 5ഓളം ഉദ്യോഗസ്ഥർ തന്നെ വളഞ്ഞിട്ട് തല്ലി കെട്ടിയിട്ട് മർദ്ദിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹം പറയുന്നത് ആ മർദ്ദനമേറ്റതിന് പിന്നാലെ താൻ നിത്യരോഗിയായി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും കോവിഡ് സമയത്താണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. കോവിഡ് കാലമായതുകൊണ്ട് കോടതി അടക്കം ഓൺലൈൻ ആയിരുന്നു. പേടി കൊണ്ട് തന്നെ മർദ്ദിച്ച ഒരു കാര്യം പേടി കൊണ്ട് താൻ കോടതിയെ അറിയിച്ചിട്ടില്ല. താൻ പേടിയിലായതുകൊണ്ട് കോടതിയെ അറിയിച്ചിട്ടില്ല. ഇപ്പോൾ താൻ ഇത് പുറത്തു പറയാനുള്ള ഒരു കാരണം ഈ കുന്നംകുളത്തെ ഒരു സംഭവമാണ്. അത് തനിക്ക് ധൈര്യം തന്നു. കാരണം ആ ഒരു കാര്യം പുറത്തു വന്നതിന് പിന്നാലെ തനിക്കൊരു ധൈര്യം തന്നു. അതുകൊണ്ടാണ് താൻ ഇത് പുറത്തു പറയാൻ കാരണമായത്. തന്നെ ക്രൂരമായാണ് ഈ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചത്. ഇപ്പോൾ മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും ഇദ്ദേഹം പരാതി നൽകുകയും ചെയ്തു. തന്നെ ആക്രമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം, ശക്തമായ ശിക്ഷാ നടപടി വേണം എന്നാവശ്യപ്പെട്ടാണ് ഇദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും പരാതി നൽകിയത്. അദ്ദേഹം പറയുന്നത് ഇന്നും താൻ ശാരീരിക അസ്വസ്ഥത നേരിടുന്നു, ഇന്നും താൻ നിത്യരോഗിയായി തുടരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്.